നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരി, വരൂ. എന്താ സുമി ഇതൊക്കെ? എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഡിന്നറിന്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. ഗിരി, മനസ്സിലുള്ള കാര്യങ്ങൾ അതെന്തു തന്നെയായാലും കൂട്ടിക്കെട്ടി വെക്കാതെ തുറന്നു പറയുന്നല്ലേ നല്ലത്. എനിക്ക് ഗിരിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇതാണെന്ന് തോന്നി. അതാ ഞാൻ. ഈശ്വരാ, ഇവിടുത്തെ എന്തിനുള്ള പുറപ്പാടാ? നമ്മള് ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് പരസ്പരം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അല്ല സുമി, അതിന്റെ കാര്യം എനിക്കും സുമിയോട് പറയാനുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, ഓർഡർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ സർ. ഗിരി, ഞാൻ ആ യാത്രയെക്കുറിച്ച് ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് പോകാനുള്ള സമയമൊന്നും എനിക്കില്ല. പക്ഷെ തന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡിസംബറിലെ അമ്മയും നവിയും ഒക്കെ അവരുടെ പതിവ് ഹോളിഡേ ടൂർ പോകുന്നുണ്ട്. ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി തന്നെ ആയിരിക്കും ഡെസ്റ്റിനേഷൻ. ഇത്തവണ സുമിതിക്ക് അവരോട് കൂടാലോ. ഹോളിഡേ ടൂറോ? ഞാൻ പറയുന്നതേ നമ്മൾ രണ്ടുപേരൂടെ പോകുന്ന നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചാ. നമ്മൾ മാത്രമുള്ള നമ്മുടെ യാത്ര. അതെ, നമ്മൾ തമ്മിലുള്ള ടേംസ് എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് തനിക്കല്ലേ സുമിത? അങ്ങനെ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതിനെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പേരിട്ട് വിളിക്കാനും പറ്റില്ല. പഴയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ടേംസിന് എന്താ ഗിരി കുഴപ്പം? സുമിതി ഈ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ എനിക്കറിയില്ല. പറയാനുള്ളത് പറഞ്ഞാൽ സുമിത അത് എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. എങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുള്ള മര്യാദയും ബഹുമാനവും ഞാൻ സുമിതയോട് കാണിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. സുമിതയുടെ മുഖത്തേക്ക് ഓരോ നിമിഷവും ഞാനിപ്പോ നോക്കുന്നത് ചെറിയ കുറ്റബോധത്തോടെയാ. ചെറുതല്ല, വലിയ കുറ്റബോധത്തോടെയാ. പക്ഷെ ഞാനത് ചെയ്തതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ടായിരുന്നു. ഒക്കെ ഇയാൾക്ക് വേണ്ടി തന്നെയായിരുന്നു. എന്ത് ചെയ്ത കാര്യം ഗിരി പറയുന്നേ? അതെ, സുമി വയ്യാതെ കിടന്നപ്പോ ഞാൻ സുമിയോട് കാണിച്ച സ്നേഹവും അടുപ്പവും അത് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കാണിച്ച സ്നേഹം അഭിനയമായിരുന്നല്ലേ? അതേടാ, അഭിനയം തന്നെയായിരുന്നു. 100% എന്റെ പിന്നാലെ വന്നപ്പോ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. മരണത്തെ നീ എരന്ന് വാങ്ങുന്നെന്ന്. കൊല്ലരുതെന്നെ. എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും കൊല്ലുന്നില്ലല്ലോ. നീ തനിച്ചു പോവല്ലേ? നിന്റെ കൈ തന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ. ഞാൻ ബന്ധം ഒഴിഞ്ഞേക്കാം. നിന്റെ പിന്നാലെ ഞാൻ ഒരിക്കലും വരില്ല. പ്ലീസ്, എന്നെ കൊല്ലരുത്. എന്റെ ജീവൻ മാത്രം നീ വിട്ടു തന്നാ മതി. എന്നെ രക്ഷിക്ക്.
ഇവിടെ നടന്നൊന്നും ആരും അറിയില്ല. സുസ്മിത, എന്റെ കൈ കൊഴിയുന്നു. പ്ലീസ്. ഇനി നീ എന്റെ പിന്നാലെ വരില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പു സുസ്മിത, എന്റെ അമ്മയാണ് സത്യം. എന്നെ രക്ഷിക്ക് പ്ലീസ്. എന്നെ രക്ഷിക്ക് സുസ്മിത, എന്നെ രക്ഷിക്ക്. ശരി, ഇനി നീ ചെയ്യാൻ പോകുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആയ കാര്യങ്ങളല്ലേ നീ പറയുന്നത്? അപ്പോ ഇതുവരെ ചെയ്തതോടെ പട്ടി. വിഷ്ണുവേട്ടന്റെ പെണ്ണാടാ ഞാൻ. ആ എന്റെ കഴുത്തിലെ താലി എന്ന കൊലക്കയർ കെട്ടി നീ എന്റെ ജീവിതം അശുദ്ധമാക്കിയത്. നിന്നെ സ്നേഹിച്ചൊന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനും വേണോടെ യോഗ്യത. നിന്റെ കോഴിക്കോട് പോലുള്ള വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഇട്ടതിന് സോറി മോനെ. കാലം പാസ്പോർട്ട് അടിച്ചു പോയി. വിസ ഞാൻ തന്നേക്കോ നിനക്ക്. സോറി പത്മാവതി. ഭർത്താവിന്റെ മരണത്തിന് പകരം ചോദിച്ച് മകനെ എന്റെ പിന്നാലെ വിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചത്തുപോന്നി. പ്രീതി, പ്രീതി. പ്രീതി, കണ്ണു തുറക്ക് പ്രീതി. അർജുനേട്ടാ, നമ്മുടെ പ്രീതി. സുസ്മിത, എന്താ? പ്രീതി, പ്രീതി, കണ്ണു തുറക്ക് പ്രീതി. പ്രീതി, എന്താ പറ്റിയത്? എന്താ പറ്റിയത്? അർജുനേട്ടാ, സത്യം പറ. സുസ്മിത, എന്താ പറ്റിയേ? പ്രീതി പാറപ്പുറത്ത് തലയിടിച്ച് വീണ് ശാലിനി. പ്രീതി, 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 കണ്ണു തുറക്ക് പ്രീതി. പ്രീതി, 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 കണ്ണു തുറക്ക് പ്രീതി. പ്രീതി, 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 കണ്ണു തുറക്ക് പ്രീതി. പ്രീതി, പ്രീതി, നിനക്ക് നമ്മുടെ കുഞ്ഞിനെ കാണണ്ട പ്രീതി. കണ്ണു തുറക്ക് പ്രീതി. തുറക്ക് പ്രീതി. പ്രീതി, പ്രീതി, കണ്ണു തുറക്കുന്നില്ല. രോഹിത്, പ്രീതി, രോഹിത്. എന്താ സുസ്മിത, എന്താ ഉണ്ടായേ? രോഹിത് സൂസൈഡ് പോയിന്റ്
കൈ നീട്ടി കൊടുത്തതാ. പക്ഷേ രോഹിത്, പ്രീതി, പ്രീതി, നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ? പ്രീതി. പ്രീതി. അങ്ങനെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഓടി വന്നപ്പോഴാ പ്രീതി വീണത്. പ്രീതി കണ്ടു കൊടുക്കും. പ്രീതി, പ്രീതി കണ്ണു തുറക്കും. പ്രീതി. വിഷ്ണുട്ടാ, നമ്മൾ കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. പിടിക്കാൻ. എടോ, കുഞ്ഞിനെ പിടിക്ക്. വിഷ്ണുട്ടാ, എന്റെ രോഹിത്. എടോ, രോഹിത്തിനൊന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. രോഹിത്, അർജുൻ പിടിച്ചേ. പ്രീതി, പോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എപ്പോഴാ വന്നേ? കുറച്ചേരമായി. ഇതെന്താ തനിച്ച ഓട്ടോയിൽ വന്ന്? സച്ചേട്ടൻ എവിടെ? അത് സച്ചിയുടെ ഒരു എമർജൻസി മീറ്റിംഗ്. ആ, അത് മുഖത്ത് കാണാനുണ്ട്. യാത്ര മുടങ്ങിയതിന്റെ സങ്കടം. പോട്ടെ ചേച്ചി, തിരക്കുള്ള ആളല്ലേ. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. നിനക്ക് എന്നെ ഒന്നും വിളിക്കാറുന്നില്ലേ? വിളിച്ച സർപ്രൈസ് പോവില്ലേ? എവിടെയാ പോയത് രണ്ടുപേരും കൂടി? അത് സച്ചിന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാ. ആ, നീ ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ? വാ ഇരിക്കെ. ഇത് ചേച്ചിയുടെ മാരേജ് സർട്ടിഫിക്കറ്റാ. ഭദ്രമായിട്ട് ചേച്ചിയെ ഏൽപ്പിക്കണമെന്നാ അച്ഛന്റെ ഉത്തരവ്. ഇതെന്താ ഒരു കവറ്? അതൊന്നുമില്ല. അതെ, അത് ഒരു നോക്കട്ടെ. അഡ്വക്കേറ്റ് രാധികാറാം. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. ആദി, സ്നേഹ വന്നിട്ട് ഒരുപാട് നേരമായോ? സച്ചേട്ടൻ വന്നില്ലേ ഏട്ടത്തി? ചേച്ചിയെ സച്ചേട്ടൻ വഴി കളഞ്ഞു. ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ എന്റെ ഏട്ടൻ അർച്ചനടത്തെ കളയുമെന്ന് ആദ്യം കരുതുന്നുണ്ടോ? ഇപ്പൊ സച്ചേട്ടൻ ഞങ്ങളൊന്നും വേണ്ട, ഏട്ടത്തി മതി. അല്ല ഏട്ടത്തി? ആ, അതങ്ങനെയാ സ്നേഹേ. കല്യാണം കഴിഞ്ഞ പിന്നെ പണ്ട് നമ്മളോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ പോവും. ചേച്ചിക്ക് സ്നേഹിക്കാൻ പുതിയ ആളെ കിട്ടിയല്ലോ. അത് ആദ്യം ഒന്ന് അർച്ചനടത്തെ കുത്തിയതാണല്ലോ. ഇവൾക്ക് കുശുംബ സ്നേഹ. അത് കാണും. ഇത്രയും കാലം ഈ സ്നേഹം നിങ്ങൾ ആവോളം അനുഭവിച്ചല്ലേ. ഇനി കുറച്ച് ഞങ്ങൾക്കും കൂടെ കിട്ടിക്കോട്ടെ. അച്ഛ ചേച്ചിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. രണ്ടാൾക്കും ഇപ്പൊ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? എനിക്കൊന്നും വേണ്ട ചേച്ചി. ഞാനേ ഇറങ്ങുവാ. ഇല്ലെങ്കി ഇപ്പൊ അച്ഛൻ വിളി തുടങ്ങും. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. പോട്ടെ സ്നേഹ, പോട്ടെ. പോയിട്ട് വാ. എത്തിയിട്ട് വിളിക്കണേ മോളെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് കണ്ടില്ലായിരുന്നു അല്ലേ? ദാ ഇതുകൊണ്ട് നല്ലൊരു തീയലുണ്ടാക്കി കൊടുത്താ വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വയറ് നിറയെ കഴിക്കും സച്ചേട്ടൻ. എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. സച്ചേട്ടൻ വരുന്നതിന് മുമ്പ് വേഗം പ്രിപ്പയർ ചെയ്യും. എത്ര മുരടനെയും ഭക്ഷണത്തിൽ ഇണക്കാൻ കഴിയുമ്പോളെ അതൊരു മാജിക്കാ. സ്നേഹം നിറഞ്ഞ മാജിക്. ഇത്രമാത്രം ചിരിച്ച് സന്തോഷിക്കാൻ നീ എന്താ കണ്ടത്? കണ്ടതല്ല ചേച്ചി, ഒരാൾക്കിട്ടൊരു പണി കൊടുത്തതിന്റെ സന്തോഷ. പണിയോ? ആർക്ക്? വേറെ ആർക്കാ? ഈ വീടിന്റെ മരുമകൾക്ക് തന്നെ. അർച്ചനയ്ക്കോ? അതിനിപ്പോ എടുത്തു പറയണ്ടല്ലോ. നീ അവളോട് എന്താ ചെയ്തത്? അത് കേട്ട ചേച്ചിയും ചിരിച്ചു പോവും. എന്നാ പിന്നെ പറ, ഞാനും ചിരിക്കാലോ. സച്ചേട്ടന് ഏതാ ഇഷ്ടമല്ലാത്ത പച്ചക്കറി? അതെല്ലാവർക്കും അറിയാലോ, വഴുതനങ്ങ. അതുകൊണ്ടുള്ള ഒരു കറികളും അവൻ തൊടത്തുമില്ല. സച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം വഴുതനങ്ങ തീയലാണെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു. ഏട്ടത്തി അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ആ പേര് തന്നെ അവന് ഇഷ്ടമല്ല, പിന്നെ ആ തീയൽ. അതെനിക്ക് അറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ അവൾക്കൊരു പണി കൊടുത്തത്. എന്താ നിന്റെ ഉദ്ദേശം? ആവശ്യമില്ലാതെ എന്തിനാ ദ്രോഹിക്കുന്നത്? ചേച്ചി ഒന്ന് ഓർത്ത് നോക്ക്. ആ പാവം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് വഴുതനങ്ങ തീയല് വെച്ച് പാത്രത്തിലെടുത്ത് സച്ചേട്ടന്റെ മുന്നിൽ കൊണ്ട് വെക്കുമ്പോ ചുവപ്പ് കണ്ട കാളെ പോലെ സച്ചേട്ടനത് വലിച്ചെറിയും. അവളെ ചീത്തയും പറയും. ആ കാര്യത്തിലേ എനിക്ക് 100% ഉറപ്പാ. അതുകൊണ്ടുള്ള ഗുണം എന്താ നിനക്ക്? അർച്ചന ഏട്ടത്തിയുടെ മേൽ സച്ചേട്ടൻ അടങ്ങാത്ത ദേഷ്യം ഉണ്ടാവും. അതൊന്നും വേണ്ട. യാതൊരു കാര്യമില്ലാതെ അവളെ വിഷമിപ്പിക്കണ്ട. ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പറയാം. അല്ലെങ്കിലും എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലായി എന്നാ നീ പറയുന്നേ? പറയാം. അർച്ചനേട്ടത്തെയും സച്ചേട്ടനും തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചത് മുതൽ ചേച്ചിയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അവളോട് വല്ലാത്തൊരു സ്നേഹവും സഹതാപവും ഒക്കെ കൂടിയിട്ടുണ്ട്. അത് നിനക്ക് തോന്നുന്നതാ? തോന്നലൊന്നും അല്ല. പിന്നെ അർച്ചനേട്ടത്തെ എന്തിനാ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നത്? തമാശക്കെങ്കിലും അവളെ ഒന്ന് കളിയാക്കിക്കൂടെ? ഇത്തരം കളി തമാശകൾ നല്ലതല്ല. സച്ചിയും അവളും തമ്മിലുള്ള ബന്ധത്തെ പോലും അത് ബാധിക്കും. ഒന്നുമില്ല, അവളുടെ തലയുടെ മന്ത്രത്തില് അകപ്പെട്ടിരിക്കുക സച്ചേട്ടൻ. നമ്മള് കാണുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഇത് വേറെ ഒരു തമാശ. ചേച്ചി എപ്പോഴും ഈ കണക്കും കമ്പനിയും കൊണ്ട് നടക്കുന്നതുകൊണ്ടാ തമാശ എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. ദൂരെ മാറിയിരുന്നേ ചേച്ചി കളി കണ്ടാ മതി. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, പക്ഷേ അതിര് കടക്കരുത്. ഇല്ല, അവര് തമ്മിലുള്ള റാപ്പോ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. അതെനിക്കറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനൊന്നും തോന്നരുത്. മുത്തശ്ശൻ എഴുന്നേറ്റ് പോട്ടേടാ മോനെ. നീ കഴിക്ക സഞ്ജു, ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കല്ലേ. നാളെ ഈ വീട്ടില് ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മളെ സഞ്ജു നാണം കെടുത്തി കളഞ്ഞു.
രാജു ശ്രീകുട്ടിയെ കണ്ടോ? ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. എന്താ വല്യേച്ചി? ശ്രീകുട്ടിയെ കാണുന്നില്ല കവിതേ. അയ്യോ, ശ്രീകുട്ടി എവിടെ പോയി? സഞ്ജു റൂമിലുണ്ടോ? അവൻ ബാൽക്കണിയിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. വല്യേച്ചി മുകളിലെല്ലാം നോക്കിയോ? നോക്കി. മോളുടെ റൂമിൽ മോളില്ല. ഈശ്വര, ആ പെണ്ണിന്റെ പുറകെ എന്റെ മകള് ഉറങ്ങിപ്പോയോ? രാജു, നീ പുറത്തു പോയി നോക്ക്. ഞാൻ അച്ഛന്റെ റൂമിലൊന്ന് നോക്കാം. വല്യേച്ചി ശ്രീദേവിയുടെ റൂമിൽ നോക്ക്. ശ്രീകുട്ടി, എന്താ? എന്തു പറ്റി? ശ്രീകുട്ടി ശ്രീദേവിയുടെ മുറിയിൽ വന്നോ? ഇല്ല, ഞാൻ അവളെ കണ്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? അല്ല, അവളെ കാണുന്നില്ലേ? എങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കണോ? ശ്രീകുട്ടി, ശ്രീകുട്ടി. എന്റെ ഈശ്വര. എന്താമേ? മോനെ, ശ്രീകുട്ടിയെ കാണാനില്ലെന്ന് കാഞ്ചന പറയുന്നു. കാണാനില്ലെന്നോ? അവിടെയൊന്നും അവളില്ല. വല്യേച്ചി റൂമിലില്ലാത്ത സ്ഥിതിക്ക് അവൾ എവിടെ പോവാനാ? അവളാ പെണ്ണിനെ തേടിപ്പോയത് തന്നെ. ഇനി അവളെ അന്വേഷിച്ച് ഞാൻ എവിടെയാ പോവേണ്ടത്? മോനെ, ആലോചിച്ച് നിൽക്കാതെ കാറിന്റെ കീ എടുത്തിട്ട് വാ. കാഞ്ചന അന്വേഷിക്കാൻ പോയിരിക്കുക. ശ്രീകുട്ടി, നീ വേഗം വാ. സ്വാതിയെ ആരും അമ്മുവിന്റെ റൂമിൽ മാത്രം നോക്കിയില്ല. കരഞ്ഞു തളർന്നുറങ്ങുക. ഉറങ്ങട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്നെ വിശ്വാസത്തിലെടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ കാര്യം സാധിച്ചതിന് ശേഷം പിന്നിൽ നിന്ന് ചവിട്ടരുത്. അതൊരിക്കലും ഉണ്ടാവില്ല ദിനേശ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വല്യേച്ചിക്ക് വേണ്ടിയല്ലേ? വാക്കിനും വിലയുള്ളവളാ കാഞ്ചന. എന്നാ ശരി, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു തുടങ്ങാം. ശരി ശരി. നമ്മുടെ ലക്ഷ്യം സാധിച്ച ആദ്യം പണി കൊടുക്കേണ്ടത് അവനാ. അമ്മുനെ കിട്ടിയാലേ അവളുടെ ജീവൻ എടുക്കേണ്ട നിയോഗവും ദിനേശനാ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? വീട്ടുപണിക്കാരുടെ മുറിയിലായോ എന്റെ മകളുടെ ഉറക്കം? മോളെ, നിന്നെ കാണാതെ ഞാൻ എങ്ങോട്ടൊക്കെ ഓടിയെന്നറിയോ? ആ പെണ്ണ് പോയതിന് മോളെ നീ എന്തിനാ ഈ അമ്മ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ശ്രീകുട്ടിക്ക് ഇഷ്ടമായില്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇത് നിലയ്ക്ക് ചേർന്ന പ്രവൃത്തിയല്ല. ശ്രീകുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏറ്റവും നല്ല റൂം തന്നെ തന്നിട്ടില്ലേ? പിന്നെ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തിനാ ഈ വീട്ടിൽ വന്നതെന്ന് ഇളയമ്മക്ക് ഇനിയും മനസ്സിലായില്ലേ? അമ്മു
അമ്മുവിന്റെ കൂടെ അവൾക്കൊപ്പം ഉണ്ണാനും ഉറങ്ങാനും ആഗ്രഹിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. സഞ്ജുവിന്റെ അമ്മ അവളെ ചന്ദ്രകാന്തത്തിലേക്ക് അയക്കാൻ തയ്യാറായെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഈ കുടുംബത്തിലൊരു അംഗം തന്നെ ഞാനും എങ്കിലും വിവാഹത്തിന് മുമ്പ് ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് മനസ്സ് വരില്ലായിരുന്നു. പിന്നെന്തിനാ അവളുടെ കൂടെ ഉറങ്ങാതെ വേറെ മുറിയിലേക്ക് പോയത്? ആദ്യമേ അതാകായിരുന്നില്ലേ? അമ്മുവിന്റെ കൂടെ കഴിയുന്നത് നിങ്ങളൊക്കെ പ്രശ്നമാക്കിയ അതിന്റെ വേദന അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയ ഈ വീട്ടിൽ താമസിക്കാൻ വരുമ്പോ എന്നോട് അവൾ ആദ്യം ആവശ്യപ്പെട്ടത് അതാണ്. ഞാൻ പറഞ്ഞതിൽ എന്താ സംശയം? ഉള്ളിലെ നല്ല വിഷം പോയിട്ടുണ്ട്. ഉള്ളില് വിഷമായി നടക്കുന്നത് ചേച്ചി അനിയത്തിയ. മോള് വാ, അമ്മ വിളമ്പി തരാം. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം നീ കഴിക്ക്. അമ്മുവിന്റെ ചിന്തകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാന്ന് അമ്മ കരുതണ്ട. അമ്മു ഈ വീട്ടില് തിരിച്ചെത്തുന്നത് വരെ ഞാൻ ഈ മുറിയിലെ കഴിയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായിട്ടാ പറ്റിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ പ്ലാനിങ് ആയിരുന്നല്ലേ? എന്തായാലും ഇത് വീഡിയോ എടുത്തേക്കാം. നമ്മുടെ പ്ലാനിങ് പ്രകാരം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത്തരം ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ ഏട്ടാ ഞാൻ ഏട്ടനെ ചുമതലപ്പെടുത്തിയത്? പേടിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. തലക്കടിച്ച് വീഴ്ത്താനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് മതി. നിന്റെ ജീവിതം ഞാൻ തോലയ്ക്കും. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യും. എന്റെ മോളെ അഖിമോനെ അറ്റാക്ക് ചെയ്തത് ഞാൻ കൊണ്ടുവന്ന എന്റെ കൂട്ടുകാരല്ലായിരുന്നു. അതെനിക്കും തോന്നി. ആദ്യം വന്നവര് ഒരു ശത്രുവിനെ പോലെ എന്നോട് പെരുമാറിയത്. അവര് നമ്മുടെ ആളുകളല്ല. ഇതിന്റെ പിന്നില് മറ്റെന്തോ ചതിയുണ്ട്. ഒന്നുകിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഈ പദ്ധതി അറിഞ്ഞ് മറ്റാരോ ആസൂത്രണം ചെയ്തതായിരിക്കും അത്. ആ ഗുണ്ടകളെ അവര് വിട്ടതായിരിക്കും. ആ ഗുണ്ടകൾ ജഗന്നാഥൻ അങ്കിളുടേതാ. അത് പക്ഷെ നിങ്ങൾക്കറിയില്ലല്ലോ. ഏട്ടാ, അഖിൽ സാറിന്റെ പേടി മാറ്റാൻ വേണ്ടി നമ്മള് പ്ലാൻ ചെയ്ത ഒരു നാടകമല്ലായിരുന്നു ഇത്. എന്ത് ചെയ്യാൻ മോളെ? ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ? അഖിമോന്റെ തലക്കിട്ട് അവരടിക്കുമെന്ന് നമ്മൾ കരുതിയോ? എന്റെ അഖിൽ സാറിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അഖിൽ സാറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. നീ ജീവനോടെ ഇരിക്കരുത്. അതിനല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ മോള് കരയരുത്. അഖിമോനൊന്നും വരില്ല. നമ്മള് ശുദ്ധ പാവങ്ങളാ. നമ്മള് ദൈവം ചതിക്കില്ല മോളെ. മോള് ശ്യാമ, മോളെ കരയല്ലേ മോളെ? ശ്യാമ, ശ്യാമ, മോളെ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്ന് കരയാതെ മോളെ. പറയുന്നതൊന്ന് കേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
റേഷൻകാരായിരുന്നു. അതിലൊരാള് എന്റെ തലക്കടിച്ചു. പക്ഷെ എന്താ മോനെ, എന്താ ആലോചിക്കുന്നേ? എന്തായിരുന്നു ഇത്? എല്ലാം ശ്യാമ അരവിന്ദന് പ്ലാൻ ചെയ്ത പോലെയല്ലേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്? പിന്നെ ഇതെന്താ പറ്റിയത്? നീ എന്നെ ശ്യാമയോടെ അവള് പുറത്തുണ്ട്. എന്നെ ആക്രമിച്ചതില് ശ്യാമയ്ക്ക് എന്തോ ഒരു അറിവുണ്ട്. എന്തോ ഒരു ഒത്തുകളി പോലെ. പക്ഷെ എനിക്ക് അവളെ അവിശ്വസിക്കാൻ തോന്നുന്നില്ല. അവൾ അത് ചെയ്യും മോനെ. അവള് നിന്നെ ചതിക്കും. അവളെന്നെ ചതിക്കൂ? അവൾക്ക് എന്തേലും അബദ്ധം പറ്റിയതാണെങ്കിലോ? എന്റെ മോൻ സമാധാനായിട്ട് കിടക്ക്. ആക്രമിച്ചതില് ശ്യാമയ്ക്ക് എന്തോ ഒരു അറിവുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുധാമണി, അയ്യോ, അപർണയുടെ അച്ഛനും അമ്മയെല്ലാം നേരത്തെ ഇങ്ങ് വന്നോ? എനിക്ക് നടക്ക് ഇരിക്കെ. ആ ഷീറ്റെല്ലാം എടുത്ത് മാറ്റി വേഗം ചെല്ല്. നേരെ ഉച്ചയായി, ഇപ്പോഴാണോ ഈ പിള്ളേരൊക്കെ എഴുന്നേക്കുന്നേ? ഇതൊക്കെ എരണക്കേടാ. വീട്ടിലെ മൂദേവി കേറും. രണ്ടാളും നേരത്തെ എണീക്കും. അവധി ദിവസങ്ങളില് കുറച്ചൊന്ന് വൈകും. അതാ. അങ്കിൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാരും 10 മണി കഴിഞ്ഞേ വരുമെന്ന് അപർണ പറഞ്ഞിരുന്നു. കുറച്ചൊന്ന് നേരത്തെ വരാമെന്ന് കരുതി. എന്തായാലും ഭക്ഷണം ഒരുക്കി കഴിഞ്ഞു. ഉച്ചക്ക് സദ്യക്കുള്ള പായസം വരെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പുമോൾ എവിടെ? അപർണ എവിടെ? അപ്പുമോള് മമ്മി, ചേച്ചി, അപർണേച്ചി ഇങ്ങതാ.
എന്താ ഇത്? ഇവിടെ ചില ദിവസങ്ങളിലെ വീടുകളിൽ ഉച്ചവരെ വെള്ളം കിട്ടൂല. പുറത്തൊരു പൊതു ടാപ്പുണ്ട്, ആടെന്നായിരിക്കും അന്ന് എല്ലാരും വെള്ളം എടുക്കുന്നത്. ഇവിടെ വെള്ളം കോരാനാണോ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് അയച്ചത്? ഇവളുടെ കോലം കണ്ടില്ലേ? ഇന്നലെ ഇങ്ങോട്ട് അയച്ചപ്പോ എങ്ങനെയായിരുന്നു? ഇപ്പൊ നിക്കുന്നത് കണ്ടില്ലേ എന്റെ ഈശ്വര. യോ അപർണന്റെ അമ്മേ, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതാ വെള്ളം ഞാൻ പോയി എടുക്കാന്ന്. അപർണ മോൾക്ക് പക്ഷെ ഒരേ നിർബന്ധം. അങ്ങനെ മോളെ ഇഷ്ടത്തിന് പോയതാ, അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ചതല്ല. സത്യം പറഞ്ഞ മമ്മി, എനിക്ക് ഈ പൈപ്പിൻ ചോട്ടി പോയി വെള്ളം എടുക്കുന്ന പരിപാടി അങ്ങ് ഇഷ്ടപ്പെട്ടു. പലരുമായിട്ട് സംസാരിച്ചു, കുറെ പേരെ പരിചയപ്പെട്ടു, പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ കിട്ടി. സുധാമണിയെ സേവ് ചെയ്യാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലല്ല, വിവാഹം ചെയ്ത് വന്ന് കയറിയില്ല, അതിനു മുമ്പ് തന്നെ അവളെ ബുദ്ധിമുട്ടിച്ച് തുടങ്ങിയല്ലേ? അയ്യോ മാഡം, എന്തെങ്ങനെയെല്ലാം പറയുന്നേ? അപർണനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്നാ? എന്റെ മോളാ ഈ നിൽക്കുന്ന അപർണ. പഞ്ചാര വർത്താനം പറയാൻ ചെലവില്ലല്ലോ. ഓ, എന്നാലും എന്റെ മഹേഷേ, യാമിനി, പഠിത്തം ഉണ്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിവില്ലാതെ പോയല്ലോ. എന്റെ അച്ഛമ്മേ, എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. നിനക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്നെ കാണുന്ന പ്രയാസമാണ്. അങ്കിൾ, ആന്റി, ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, സ്വയം കഷ്ടപ്പെടാനല്ലാതെ മറ്റാരെയും കഷ്ടപ്പെടുത്താൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല. അപർണ പറഞ്ഞല്ലോ, അപർണ സ്വന്തമായിട്ട് പോയതാണെന്ന്. പിന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വീട്ടുജോലി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ആണായാലും പെണ്ണായാലും വീട്ടിലുള്ളവർ വീട്ടുജോലി അറിഞ്ഞിരിക്കണം. എന്നാലേ ഇവളെ അയച്ചതേ വീട്ടുജോലി ചെയ്യാനല്ല. ഇറ്റ്സ് ഓക്കെ മമ്മി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട. മോളെ, ഞങ്ങൾ വിളിക്കാം. മാമേ. അപർണന്റെ അമ്മേ, ഒരു മിനിറ്റ്. എന്റെയോ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായാല്, അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. അമ്മേ, വാമേ. അമ്മേ, ഞാനിപ്പോ വരാം. മമ്മി, പപ്പ, നിങ്ങളിപ്പോ പോരുത് പ്ലീസ്. മമ്മി, ഞാനൊന്ന് പറയട്ടെ. ബാലുവിന്റെ അമ്മ പറഞ്ഞതാ, ഞാനാ നിർബന്ധം പിടിച്ചത്. ഞാനാ പൈപ്പിൻ ചോട്ടിന്ന് വെള്ളം എടുക്കാന്ന് പറഞ്ഞത്. പാവ അമ്മ. അമ്മയോ? ഏതമ്മ? ഞാനാ നിന്റെ അമ്മ, നിന്റെ മമ്മി. മമ്മി പ്ലീസ്, രാവിലെ എണീറ്റ് സുധാന്റി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്ക, വന്ന് കഴിക്കും മമ്മി. മമ്മിയും പപ്പയൊന്നും കഴിക്കാതെ പോയാ എല്ലാവർക്കും ഇത് വിഷമാവും. മോളെ, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. പപ്പ പ്ലീസ് പപ്പ. നമസ്കാരം. അപർണയുടെ അമ്മയും അച്ഛനും അല്ലേ? എനിക്കറിയാം. അതെ. അല്ല, നിങ്ങൾ അറിഞ്ഞോണ്ട് വിട്ടുപോയതാണോ അതോ അറിയാതെ വിട്ടതാണോ? എന്താ കാര്യം? മനസ്സിലായില്ല. അല്ല, സുധാമണിയുടെ വീട്ടിലോട്ട് മോളെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നു. അതാ ചോദിച്ചത്, വിട്ടുപോയതാണോ? പിള്ള സാർ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മമ്മിയും പപ്പയൊന്നും വിഷമിപ്പിക്കരുത്. മമ്മി, ഇതൊന്നും കാര്യാക്കണ്ട. ഞാൻ ബാലുവിന്റെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്തും കുത്തുവാക്ക് പറഞ്ഞ ആളാ. അയ്യോ, അത് കുത്തുവാക്കല്ല മോളെ, സത്യവാക്കാ. സത്യവാക്ക്. ഇവിടുത്തെ കാര്യങ്ങളെ ഈ കോളനിയുടെ ഉടമസ്ഥനായ എനിക്കാണോ ഇന്നലെ വന്നു കയറിയ ഈ മോൾക്കാണോ കൂടുതൽ അറിയാവുന്നത്? ഓ, ദേ,
സുധാമണിയുടെ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് അയക്കുന്നതിനേക്കാൾ നല്ലത് കൊലയ്ക്ക് കൊടുക്കുന്നതായിരുന്നു. ഒരു നല്ല വീട്ടിലെ കുട്ടിയെ ഇതുപോലെ ഗതി പിടിക്കാത്ത ഒരു വീട്ടിലോട്ട് പറഞ്ഞയച്ച എന്റെ വിഷമം കൊണ്ട് ചോദിച്ചു പോയതാണ്. അയ്യോ വേണ്ട, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. ഇനി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിഞ്ഞാൽ മതി. അവള് വന്ന് വായി തോന്നിയതൊക്കെ എന്നെ വിളിച്ച് പറയാൻ. അയ്യോ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. എന്നാലും ചുറ്റുപാടുമുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതിയായിരുന്നു ഈ കല്യാണം. ആ ശരി. ഈശ്വര, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ. മറ്റുള്ളവർ നന്നാകുന്ന കണ്ട സഹിക്കാൻ പാടില്ലാത്ത കുറെ എണ്ണ ഇപ്പോഴും ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളുടെ മാമിയും കൂടുണ്ടല്ലോ. ആ, അപ്പൊ ചിലപ്പോ കല്യാണക്കാരും കൂടി ഇവിടെ വെച്ച് പറഞ്ഞങ്ങ് തീരുമാനിക്കാനായിരിക്കും. ആയിരിക്കുമല്ലേ? ആയിരിക്കും. ടെൻഷൻ വേണ്ട. ടെൻഷൻ ഇല്ലല്ലേ? ആഹാ, കിട്ടുമൊലാളി ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഈ ഷാഹിനെ കാണണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ ഈ ഭാഗത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അത് കേബിളിന്റെ പിരിവിന് ഇവിടെ വന്നെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോ അങ്ങോട്ട് പോയിരുന്നു. അതെ, ഈ വീട്ടിൽ ചോദിച്ചു. അപ്പം ഇതുവഴിയാണല്ലോ വരുന്നേ. എന്താ കാണണമെന്ന് പറഞ്ഞേ? അത് പറയാവേ മാമ, അതിങ്ങടുത്തേ. ഇതെന്താ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാതി പൈസ അല്ലേ തന്നുള്ളായിരുന്നു, അതിന്റെ ബാക്കിയാ. ഇതെത്ര ഉണ്ട്? അത് 12,000 ഉണ്ട്. 12,000? 12,000 കഴിഞ്ഞ പ്രാവശ്യം 7, 19 പോരല്ലോ. അല്ല, ബാക്കി ഞാൻ തന്നോളാം. അതെങ്ങനെ ശരിയാകും കൊച്ചേ? അല്ല, ഈ മാസം പലിശ തരുമ്പോ മൊത്തം തന്നു തീർക്കണ്ടേ? അതാ പറഞ്ഞ ഈ മാസം ഫുള്ള് ഞാൻ തന്നു തീർക്കും. ഇത് തന്നെയല്ലേ അമ്പിളിയും പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഇത് അമ്പിളിക്ക് പറഞ്ഞ പോലല്ലോ, ഞാൻ കറക്റ്റ് ആയിട്ട് ഇതൊരു പന്ന വർത്താനാണല്ലോ പറയുന്നത്. പലിശ മേടിക്കാമെന്നാണോ അതോ പ്രേമിക്കാമെന്നാണോ? കാശ് കണ്ടപ്പോ നില തെറ്റി പോയിടാ. അതെ, ഇത് ഷാഹിനെ വെച്ചോ. എനിക്കെന്തിനാ? അല്ല, ഷാഹിന്റെ കൈ ഇരിക്കട്ടെ. അല്ല, എനിക്ക് വേണ്ട, മുതലാളിയിൽ വെച്ചാ മതി. ഷാഹിന ബുദ്ധിമുട്ടുണ്ടേ കൈ ഇരിക്കട്ടെ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളു. അല്ല മുതലാളി, എന്തായാലും ഞാൻ തരാനുണ്ടല്ലോ, അത് മുതലാളിയുടെ തന്നെ ഇരിക്കട്ടെ. ആണോ? അല്ല, അപ്പൊ ഈ പലിശ തരാൻ വേണ്ടിയാണോ എന്നെ വിളിച്ചു വരുത്തിയേ? അതെ. വേറെ ഒന്നും പറയാനില്ലേ? വേറെന്താ പറയാനാ? ഒരു കാര്യം പറയാണ്ട്. ബാക്കി പൈസയെ ഞാൻ ഈ 30-ാം തീയതിക്കുള്ളിൽ തന്നു തീർക്കും. ഷാഹിന എത്ര വരെ പഠിച്ചു? എന്തിനാണാവോ? ബാക്കി പഠിപ്പിക്കാനാണോ? അല്ല, മുതലാളിയുടെ കമ്പനിയിൽ കണക്ക് നോക്കാൻ ഒരാൾ ആവശ്യമുണ്ട്. നല്ല ശമ്പളം വരും മുതലാളി. അടിപൊളി അടിപൊളി. അങ്ങനെയാണെങ്കിലേ കേബിളിന്റെ ബിസിനസ് ആരും നടത്തുന്നു കൂടി ഒന്ന് പറഞ്ഞു തന്നേക്ക്. പിന്നെ നിനക്കെന്താ പണി? എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവുന്നില്ല. അല്ല, ഷാഹിന കേബിളിന്റെ ജോലി വിടേണ്ടി വരും. അല്ല മുതലാളി, എനിക്ക് അങ്ങനെ വേറെ ജോലിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. എനിക്ക് കേബിൾ ഓഫീസ് ഉണ്ടല്ലോ, അത് മതി. അത് മതിയോ? അത് മതി. എനിക്ക് കിട്ടുന്ന മുതലാളിക്ക് അത്യാവശ്യത്തിന് ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഒഴിവ് സമയത്ത് വന്നിട്ട് സഹായിക്കാം. വേണ്ട വേണ്ട, പോയച്ചേ. എന്നാ പിന്നെ മുതലാളി പോട്ടെ, അങ്ങോട്ട് കാണാം. പലിശ തരാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണോ അവള്? മുതലാളി, എനിക്ക് തോന്നണത് ഞാനും അവക്കടെ മാമയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവള് പ്രേമം തുറന്ന് പറയാതിരുന്നത് എന്നാണ്. ശരിക്കും ശരിക്കും മുതലാളി ഒരു കാര്യം ശ്രദ്ധിച്ചോ? അവള് പോയപ്പോ കാണാം എന്ന് പറഞ്ഞ് പിരിയം പൊക്കിയത് മുതലാളി കണ്ടോ? ഇല്ല. ഇതാ കുഴപ്പം. ആവശ്യമുള്ളതൊന്നും ഇയാൾ കാണൂല, ആവശ്യമില്ലാത്ത മുഴുവൻ കാണും. അതെങ്ങനെയാ? കാശ് കണ്ടപ്പോ ഇയാളുടെ കണ്ണങ്ങ് മഞ്ഞളിച്ച്. തളരരുത് മുതലാളി. വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ബാ. വണ്ടി വിട്ടിരിക്കാൻ നീ അങ്ങോട്ട് പോകുന്നു. ഇയാളെല്ലാം എടുക്കണത് ഇട്. അങ്ങനെയൊക്കെയായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.